കഴിഞ്ഞ ദിവസം ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അനൂപ് ആന്റണിയുടെ ഒരു പോസ്റ്റ് കണ്ട് യുപിനെ കുറിച്ച്, യുപിനെ പോലെ കേരളം ആവണം എന്നൊക്കെ പറഞ്ഞിട്ട്. ആ പോസ്റ്റ് കണ്ടപ്പം വെറും പുച്ഛം മാത്രം തോന്നി. ഇവനൊക്കെ ഇത്ര ബോധവും വിവരമില്ലാത്തവനാണോ എന്നുള്ള തോന്നൽ വന്നു പോയി. പക്ഷെ ചാണകം ചവിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചാണകത്തിനനുസരിച്ചല്ലേ ചാണകം നാറുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ അതിനെപ്പറ്റി ഒരു കമൻറ്റോ അല്ലെങ്കിൽ പോസ്റ്റോ ഇടാൻ നിന്നില്ല. ഇന്നലെ ഒരു വീഡിയോ കണ്ടു. ഒരു കൊറിയൻ യുവതി കഴിഞ്ഞ വർഷം യുപിയിലും അതുപോലെ ഡൽഹി, രാജസ്ഥാൻ എന്നീ സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് ഇന്ത്യ എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. വന്ന സമയത്ത് അവർക്കുണ്ടായ അനുഭവം, ആകെ 3-4 ദിവസമേ അവരിവിടെ ഇന്ത്യയിൽ വന്നിട്ടുള്ളൂ. ഈ 3 ദിവസം കൊണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പേടി സ്വപ്നമായിട്ട് മാറി. ഇന്ത്യയിൽ നിന്ന് വിട്ടു പോകേണ്ട ഒരു അവസ്ഥയാണ് ആ ലേഡിക്ക് ഉണ്ടായത്. അപ്പം ആ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ട്, ആ വീഡിയോ നമ്മൾ സൈഡിൽ ഇങ്ങനെ പ്ലേ ചെയ്തിട്ട് അതിനെ പറ്റി എന്താണോ ആ വീഡിയോയിൽ പറയുന്ന ഡീറ്റെയിൽസ് എന്നുള്ളത് നമുക്കിങ്ങനെ ജസ്റ്റ് സംസാരിച്ചിട്ട് പോകാം. No, sorry. Please, no. Ouch. Call your friend. Call your friend. This gorgeous Korean travel blogger just shared her recent trip to India. And അവർക്ക് ഫസ്റ്റ് ഡേയിൽ ഉണ്ടായ അനുഭവട്ടെ ഈ കാണുന്നത്. യുപിയിലാണ് ഈ സംഭവം ഉണ്ടായത്. അവരിങ്ങനെ ഒരു സ്ട്രീറ്റിലൂടെ നടന്നു പോകുമായിരുന്നു. 2 പിള്ളേർ വന്ന് അവരുടെ പിന്നാലെ കൂടി അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി ആ സ്ത്രീയുടെ മേലോട്ട് തള്ളിയിട്ടു. അങ്ങനെയാണ് ആ ഫസ്റ്റ് വീഡിയോയിലെ സ്റ്റാർട്ടിങ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ പറയാണ് ഇന്ത്യയിലുണ്ടായ അനുഭവങ്ങൾ ഒരു നൈറ്റ് മെയർ തന്നെയാണ് അവർക്ക്. അതാണ് അവർക്ക് ഇന്ത്യയിൽ നിന്ന് മൊത്തം, അവർ ഇന്ത്യ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലോട്ട് വരുന്നത് അതാണ്. അത് കഴിഞ്ഞിട്ട് അവർ ഡൽഹിയിലാണ് ഡൽഹിയിൽ അവർ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ എല്ലാം കഴിഞ്ഞ് വിത്തിൻ 4 ഡേയ്സിൽ അവർ ഇന്ത്യ വിട്ട് പോവുകയുണ്ടായത്. അത് കഴിഞ്ഞ് അവർ എയർപോർട്ടിലോട്ട് പോകുന്ന വഴി ബൈക്ക് ടാക്സിയാണ്. അതിൻ്റെ പിന്നിൽ ഒരാളുടെ പിന്നിലിരുന്ന് പോകുന്ന വഴിയിൽ അവർ കരഞ്ഞുകൊണ്ട് പറയാണ് ഐ ഹേറ്റ് ഇന്ത്യ എന്നും പറഞ്ഞിട്ട് അവർ പറയുന്ന ആ വീഡിയോ കണ്ടത്. അങ്ങനെ ഫസ്റ്റ് ഡേ ഇൻ ഡൽഹിയാണ്. ഡൽഹിയിൽ അവരിങ്ങനെ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുന്ന സമയത്ത് ഒരു അമ്മയും കുറേ പിള്ളേരും കൂടെ വന്നു. അവർ മുഖത്ത് ഒരു കുറിയൊക്കെ തൊട്ട് കൊടുത്തു. കുറി തൊട്ടുന്ന ഭാഗമായിട്ട് അവരാദ്യം വിചാരിച്ചത് ഇന്ത്യയിൽ വിദേശത്തു നിന്ന് വരുന്ന ആളുകളെ ട്രഡീഷണലി വെൽക്കം ചെയ്യുന്ന രീതിയാണെന്ന് വിചാരിച്ചു. ആദ്യം അവർ കുറച്ച് സന്തോഷിച്ചു. അത് കഴിഞ്ഞ് ഈ കൂടിയ ആളുകൾ കാശ് ചോദിച്ചു. അതിലൊരാൾക്ക് അവരെന്തോ ഒരു കാശ് കൊടുത്തു, ആ അമ്മക്ക് കാശ് കൊടുത്തു. അത് കഴിഞ്ഞ് ആ ഏരിയയിലുള്ളൊരു 19 പിള്ളേർ അവരെ പിന്നാലെ കൂടി കാശ് ചോദിച്ച് അവരെ പിന്നാലെ കൂടി അവരെ തൊട്ട് അവരുടെ ബാഗ് പിടിച്ച് പറിക്കാൻ നോക്കി. ഇപ്പം നിങ്ങൾക്ക് ആ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും, അവർ ഓടി, അവിടുന്ന് രക്ഷപ്പെട്ട് ഓടി. അതിൻ്റെ പിന്നാലെ ഈ പറഞ്ഞ പിള്ളേരും ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ മൊത്തം ഇവരുടെ പിന്നാലെ ഓടുകയാണ്. പിന്നിൽ നമുക്ക് കാണാം ഡൽഹി അല്ലെങ്കിൽ യുപി, ഡൽഹിയുടെ അതിർത്തി യുപി, 2 സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. കാരണം സൈഡിൽ നമുക്ക് കാണാൻ കുറേ കാവിക്കൊടികളും അതുപോലെ തന്നെ അപ്പുറത്ത് യോഗിയുടെ ഒരു വലിയ പോസ്റ്ററൊക്കെ ഉണ്ട്. അതൊക്കെ ആ വീഡിയോയിൽ വളരെ വ്യക്തമാണ്. അത് കഴിഞ്ഞൊരു പോലീസുകാരൻ വരുന്നുണ്ട്. പോലീസുകാരനോട് അവർ കാര്യം പറഞ്ഞു, പക്ഷേ പോലീസുകാരന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് സൈഡിൽ നോക്കിയാൽ കാണാം യുപി ആയിരിക്കും. നമ്മുടെ യോഗിയുടെ വലിയൊരു പോസ്റ്ററൊക്കെ സൈഡിലുണ്ട്. ഇതാണ് അനൂപ് ആന്റണി പറഞ്ഞ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സുരേന്ദ്രൻ പറഞ്ഞ ഉപ്പിയിലേക്ക് നോക്കൂ, ഉപ്പി ഊതിക്കൊണ്ടിരിക്കുകയെന്ന്. ഏതായാലും ഉപ്പിയിലൊന്നും ആവാഞ്ഞത് ഭാഗ്യം. കേരളത്തിൽ ജനിച്ചതിൽ നിങ്ങളൊക്കെ എത്രയോ സന്തോഷത്തോടെ തന്നെ ജീവിക്കുക. അങ്ങനെ അവിടെയുള്ള 1-2 ആളുകൾ വന്നിട്ട് ഈ പറഞ്ഞ ആളുകളൊക്കെ അവിടുന്ന് പറഞ്ഞയച്ചു. കാരണം അവിടുത്തെ പോവർട്ടിയാണ്, വേറെ ഒന്നുമല്ല, പട്ടിണിയാണ് അവിടെ ഒരുപാട് ആൾക്കാർ. അങ്ങനെ പട്ടിണി കിടന്ന് ജീവിക്കുന്ന ആളുകളാകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ വരും. നമ്മുടെ നാട്ടിൽ പോവർട്ടിയിൽ നമ്മൾ ജസ്റ്റ് 0.457% മാത്രമേ നമ്മൾ ഇന്ത്യയിലെ ടോട്ടൽ പോവർട്ടിയിൽ കേരളം വരുന്നുള്ളൂ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ പിള്ളേർ അവരെ പിന്നാലെ കൂടി. ആദ്യം അവൾ പേടിച്ചു, പിന്നെ അവൾക്ക് മനസ്സിലായി ആ പിള്ളേർ ഒരു വിദേശിയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കാണിച്ച ഒരു എന്താ പറയുക താല്പര്യമായിരുന്നു. അതവർക്ക് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം അവരുടെ പിന്നാലെ മറ്റൊരാൾ കൂടി, അവിടുത്തെ ഒരു സ്വദേശിയായിട്ടുള്ള ഒരാൾ കൂടി മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു. മോശമായിട്ടുള്ള രീതിയിൽ അവളെ കൂടെ വരാൻ പറഞ്ഞു. അവൾ വീഡിയോ എടുക്കുന്നുണ്ട്, വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പോലും അയാൾക്കൊരു കുസലമില്ലാണ്ട് അവളെ തട്ടിക്കൊണ്ട് നടന്നു. അവസാനം അയാൾ മറ്റൊരു കാര്യം അവളോട് പറഞ്ഞത്, അറ്റ്ലീസ്റ്റ് ഷെയ്ക്ക് ഹാൻഡെങ്കിലും കൈയെങ്കിലും തുടർന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ജസ്റ്റ് ആ കൈ ഒന്ന് ടച്ച് ചെയ്തിട്ട് അവൾ അവിടെ നിന്ന് രക്ഷപ്പെടേണ്ടായത്. ഇത് അവരെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ, ആ സ്ത്രീ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് ഡൽഹിയിലെ നമുക്കറിയാം ഇന്ത്യ ഗേറ്റാണ്. അവിടുത്തെ ഒരുപാട് ആളുകൾ അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് അവർ മെട്രോയിലോട്ടൊക്കെ വരുന്ന സമയത്ത് ആളുകളുടെ തുറച്ചു നോട്ടം ഭയങ്കരമായിട്ട് അവരെ പേടിപ്പിച്ചു അവളെ. അങ്ങനെയാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് 2 പിള്ളേർ റോട്ടിൽ നിന്ന് എന്താ പറയുക അവർ തമ്മിൽ സംസാരിച്ച് അവളെ ഇടിച്ചിട്ടു. ആ വീഡിയോ ആണ് കാണുന്നത്. അതിൽ ഒരാൾ അവൾ പിടിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോഴേക്കും 2 പേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു.
എനിക്ക് ഈ സൈഡിലെ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ജയ്പൂരാന്ന് തോന്നുന്നുണ്ട്. ജയ്പൂരാണ് ഇങ്ങനത്തെ പിങ്ക് സിറ്റിയാണ് നമ്മുടെ ഇന്ത്യയിലെ. അവിടുത്തെ സ്ട്രക്ചർ പോയതും അതിൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ അവർ ജയ്പൂർ അവൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് ഒരുപാട് വിശന്നു. അങ്ങനെ വിശന്ന സമയത്ത് അവൾ എന്തെങ്കിലും സ്ട്രീറ്റ് ഫുഡ് കഴിക്കാം, ഇന്ത്യയുടെ ഒരു തനതായിട്ടുള്ള കൾച്ചറൽ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാം എന്നുള്ള രീതിയിൽ അവിടുത്തെ ഒരു സ്ട്രീറ്റ് ഫുഡ് ഓർഡർ ചെയ്യുന്നു. ആ സ്ട്രീറ്റ് ഫുഡ് ചെറിയ പൈസകൾ, വലിയ പൈസ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് അതിൽ. അങ്ങനെ ചെറിയ പൈസ സ്ട്രീറ്റ് ഫുഡ് എടുത്ത് കഴിച്ചു തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടേസ്റ്റോടു കൂടി കഴിച്ചു തുടങ്ങുന്ന സമയത്ത് അവൾക്ക് പെട്ടെന്നൊരു ഒരു നല്ലതല്ലാത്ത സ്മെല്ല് ഫീൽ ചെയ്തു. അങ്ങനെ നല്ലതല്ലാത്ത സ്മെല്ല് എന്താണെന്ന് അവൾ ഒന്ന് ജസ്റ്റ് കണ്ണു പിടിച്ച് നോക്കുന്ന സമയത്താണ് അവൾ മറ്റൊരു കാഴ്ച കാണുന്നത്. ആ സ്ട്രീറ്റ് ഫുഡ് വിൽക്കുന്നതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പബ്ലിക് കക്കൂസാണ്, പബ്ലിക് ടോയ്ലറ്റ് ആണ്. ആ പബ്ലിക് ടോയ്ലറ്റിൻ്റെ വൃത്തി നമുക്ക് ഈ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അവിടെ നിന്നാണ് സ്മെല്ല് വന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ അവൾ നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ കുറേ ചെറിയ ഗല്ലികളൊക്കെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഡേയിലുണ്ടായ അനുഭവങ്ങൾ വളരെ മോശമാണെന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു ഫ്രൂട്ട് വെക്കുന്ന ഒരാളെടുത്ത് നിന്ന് കുറച്ച് ഫ്രൂട്ട് കഴിച്ച് അത് അവൾക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. കുറച്ച് വൃത്തിയിലും കാര്യങ്ങളിലൊക്കെയാണ് ഫ്രൂട്ട് കട്ട് ചെയ്ത് കൊടുത്തത്. അത് കഴിഞ്ഞ് അവൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു റെഡ് ഷർട്ട് ഇട്ടുള്ള ഒരു പയ്യൻ അവളുടെ പിന്നാലെ കൂടി. അതൊരു സ്കാം ആയിരുന്നു. ആ സ്കാം എന്താണെന്ന് വെച്ചാൽ അവർ വീട് ക്ലീൻ ചെയ്യുന്ന സാധനങ്ങൾ വിൽക്കാനുണ്ടെന്നും പറഞ്ഞു വന്നിട്ടുള്ളൊരു സ്കാം ആയിരുന്നു. അതിൽ നിന്ന് അവൾ മറ്റെവിടുന്നോ വായിച്ച് കേട്ടിട്ടുണ്ട് ഇങ്ങനെ സ്കാം ഉണ്ടാവും. അതുകൊണ്ട് അവൾ അതിൽ നിന്ന് ജസ്റ്റ് എസ്കേപ്പ് ആയിട്ട് അവൾ അവിടുന്ന് പോവുക ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവൾ സ്ട്രീറ്റിലൂടെ നടക്കുന്ന സമയത്ത് ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് ഒരു പെൺകുട്ടി അവളുടെ പിന്നാലെ വരുന്നത് നമുക്ക് കാണാം. അവൾ പല രീതിയിൽ പല വഴിയിലൂടെ മാറി നടന്നു. പക്ഷേ സ്റ്റിൽ ആ പെൺകുട്ടി അവളുടെ പിന്നാലെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് മനസ്സിലായി അവളെ ഫോളോ ചെയ്യുകയാണെന്നുള്ളത്. നമുക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് വ്യക്തമാണ്. അവളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സ്ത്രീ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി എന്ന് മനസ്സിലായി. അവൾ കുറച്ചൊന്ന് പേടിച്ചു. അങ്ങനെ കുറച്ച് ആളുകളുള്ള ഒരു സ്ഥലം എത്തിയ സമയത്ത് അവൾ തിരിഞ്ഞ് എന്താണ് കാര്യം ചോദിച്ചു. അപ്പോൾ അവളൊന്നും മിണ്ടാണ്ട് എത്ര പറഞ്ഞിട്ടും അവളൊന്നും മിണ്ടുന്നില്ല. അവളുടെ കൂടെ തന്നെ നിന്നു. അവിടെ നിന്ന മറ്റൊരാൾ വന്നു, എന്താണ് കാര്യം ചോദിച്ചു. അങ്ങനെ അവൾ നമ്മുടെ ഒരു ഇന്ത്യൻ പൗരൻ വന്നിട്ട് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ ചോദിച്ചു മനസ്സിലാക്കി. ആ പെണ്ണ് അവിടുന്ന് പോയി. അങ്ങനെ അവൾ അവിടുന്ന് ജസ്റ്റ് എസ്കേപ്പ് ആവുക ചെയ്യുന്നത്. മറ്റൊരു സ്കാമൊന്നും കൂടെ എസ്കേപ്പായി എന്ന് അവൾക്ക് മനസ്സിലായി. അപ്പം അവിടെ നിന്ന ആളുകളൊക്കെ കൂടി അങ്ങനെ അവിടുന്ന് അവൾ നടന്ന് അവൾ എത്രയും പെട്ടെന്ന് ഹോട്ടലിൽ എത്താൻ തീരുമാനിച്ചു. ഇനി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് ആപത്താണെന്നുള്ളത് മനസ്സിലായി. കഴിഞ്ഞ 2 ദിവസം കൊണ്ടുള്ള അവളുടെ അനുഭവങ്ങൾ വളരെ മോശമായിരുന്നു. അങ്ങനെ അവൾ അവിടുന്ന് ഒരു ഓട്ടോക്കാരനുണ്ട്, റാപ്പിഡോ പോലെ ഏതൊരു ബുക്ക് ചെയ്ത ഒരു ഓട്ടോ ആണ്. അതിൽ 100 റുപ്പീസ് കാണിച്ചു. അങ്ങനെ ഓട്ടോയിൽ പോയ സമയത്ത് അവിടെ എത്തിയ സമയത്ത് ഓട്ടോക്കാരൻ ഭയങ്കര ഹൈ പ്രൈസ് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ച സമയത്ത് അവളതിൽ കയറാണ്ട് അവൾ അവിടുന്ന് ജസ്റ്റ് ഇല്ല കയറുന്നില്ല എന്നും പറഞ്ഞിട്ട് ഭയങ്കര, അതായത് നമുക്ക് വിദേശികളെ കാണുമ്പോൾ നമ്മൾ പ്രൈസ് കൂട്ടുന്ന പോലെ തന്നെ അവർ പ്രൈസ് കൂട്ടി പറഞ്ഞു. അതിനുശേഷം അവളൊരു ബൈക്ക് ടാക്സി അവിടെ നിന്ന് എടുക്കുകയാണ്. അങ്ങനെ ബൈക്ക് ടാക്സിയിൽ കയറുന്നു. കംഫർട്ടായിട്ട് അവൾക്ക് ഫീൽ ചെയ്തു. അങ്ങനെ അവൾ ആ ബൈക്ക് ടാക്സിക്കാരൻ്റെ കൂടെ അവൾ താമസിക്കുന്ന ഹോട്ടലിലോട്ട് പോകുന്ന വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. വളരെ ഹാപ്പിയാണ് ആൾ. പെട്ടെന്ന് പിന്നുന്നൊരാളും കൂടെ അവളെ ബൈക്കിലോട്ട് കയറി. ആരോടും ചോദിക്കുകയും പറയുകയും ചെയ്യാണ്ട് പിന്നുന്നൊരാൾ പെട്ടെന്ന് ആ ബൈക്കിലോട്ട് ഇടിച്ച് കയറി. ആ സമയത്ത് ഒരു വണ്ടി ഒന്നുകൂടെ സൈഡാക്കി കാര്യങ്ങൾ ചോദിച്ചു. അയാൾ ഒന്നും പറയാണ്ട് തിരിച്ചോടി. അപ്പോൾ അവൾ ആകെ, അതായത് സാൻഡ്വിച്ച് പോലെ 2 പുരുഷന്മാരുടെ ഇടയിൽ ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നി. കാരണം എന്താണെന്ന് ചോദിച്ചപ്പം ഇവളുടെ കയ്യിലുള്ള ക്യാമറ അല്ലെങ്കിൽ ഇവളുടെ കയ്യിലുള്ള പേഴ്സും തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ടാണ് ആ പിന്നിൽ ആൾ കയറിയതെന്ന് ആ ബൈക്ക് ടാക്സിക്കാരൻ പറഞ്ഞു. വീണ്ടും ഭയങ്കര മോശമായിട്ടുള്ള അഭിപ്രായം. അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് അവൾ നടന്ന് അവൾ ഹോട്ടലിലെത്തി. നെക്സ്റ്റ് ഡേ അവൾ അവിടെ നിന്ന് മറ്റൊരു സിറ്റിയിലോട്ട് പോവാൻ, ഡൽഹിയിൽ നിന്ന് എനിക്ക് തോന്നുന്നത് മിക്കവാറും രാജസ്ഥാനിലോട്ട് തന്നെ ആയിരിക്കും. നമ്മൾ ജയ്പൂരാണ് കണ്ടത്. ജയ്പൂരിൽ തിരിച്ച് ഡൽഹിയിലേക്ക് പോകുന്ന വഴിയാണ്. ഒരു ബസ്സിൽ അടുത്തിരുന്ന ഒരു പയ്യൻ, വളരെ നല്ലൊരു പയ്യനായിരുന്നു. അവർ നല്ല ചിരിച്ച് സംസാരിച്ച് അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ ചിരിച്ച് സംസാരിച്ചു എന്നുള്ള പേരിൽ ആ ബസ്സിൽ നിന്ന് അവളെയും ആ പയ്യനെയും പുറത്തോട്ട് ഇറക്കി വിട്ടു. അതായത് ഹൈവേയിലാണ്, അവിടോട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞു. ഒരു വല്ലാത്ത നാട് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പയ്യനും അവരും 2 പേരും പുറത്തിറങ്ങേണ്ടി വന്നു. അങ്ങനെ അവരവിടെ മറ്റ് പല വണ്ടികൾക്കും കൈ കാണിച്ചു. ചില വണ്ടികളൊക്കെ നിർത്തിയ സമയത്ത് ലോറിക്കാർ അവനെ കയറ്റാൻ പറ്റില്ല, അവളെ വേണമെങ്കിൽ മാത്രം കയറ്റി കൊണ്ടുപോകാം എന്നുള്ള ഡിമാൻഡുകൾ വെച്ചു. എന്തായാലേ അങ്ങനെ ഡിമാൻഡുകൾ വെച്ച സമയത്ത് അവർ ഇല്ല. അങ്ങനെ അവരവിടെ നിന്ന് നടന്ന് ഇങ്ങനെയൊക്കെ മറ്റൊരു വണ്ടി നിർത്തി, നല്ലവരായിട്ടുള്ള ഒരു ഫാമിലി വണ്ടി നിർത്തി. അതിൽ അവൾ അങ്ങനെ തിരിച്ച് അവരുടെ ഹോട്ടലിലോട്ട് അവൾ തിരിച്ചെത്തുക ചെയ്തത്. ഒരു ബസ് സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് അവൾ തിരിച്ച് അവളുടെ ഹോട്ടലിലോട്ട് തിരിച്ചെത്തുക ചെയ്തത്. അത് കഴിഞ്ഞ് അവൾ ഒരു ഓട്ടോറിക്ഷയിൽ കയറി. 50 രൂപയാണ് ആദ്യം ഓട്ടോറിക്ഷയിൽ പ്രൈസ് കാണിച്ചത്. ഇത് ഡൽഹിയിലുള്ള ഓട്ടോറിക്ഷ കേട്ടോ. 50 രൂപയുടെ പ്രൈസ് ആദ്യം പറഞ്ഞു. അവിടെ സ്ഥലത്ത് എത്തിയ സമയത്ത് പ്രൈസ് കൂട്ടി വേണമെന്ന് പറഞ്ഞു.
അവളുടെ ഹോട്ടലിൻ്റെ അടുത്തോട്ട് എത്തുന്ന സമയത്ത് പ്രൈസ് കൂട്ടി വേണമെന്ന് പറഞ്ഞു. അവസാനം ഇത് കൊടുക്കേണ്ടി വന്നു. കൊടുത്ത് അവൾ ഹോട്ടൽ റൂമിൽ തിരിച്ചെത്തി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് ഏറ്റവും മോശമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത്. അവൾ ഒരു ബൈക്ക് ടാക്സിക്കിൽ പോകുന്ന സമയത്ത് മറ്റൊരു ആൾ വന്ന് അവളെ ഇടിച്ചിടുക ചെയ്തത്. ഇടിച്ചിട്ട സമയത്ത് അവൾ താഴെ വീണു. കാലിന് ഫ്രാക്ചർ അല്ല, കാലിന് മുറിവേറ്റിട്ടുണ്ട്. അങ്ങനെ അവിടെ പോലീസ് വന്നു. അവിടെ അടുത്ത് ഒരു ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അവരുടെ ഒരു ആംബുലൻസ് ഉണ്ടായിരുന്നു. അപ്പം ആ ആംബുലൻസിലെ ആളുകൾ വന്നു അവളെ അവിടെ കയറ്റി ഒരു ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്തു കേട്ടോ. അവർക്ക് കൊടുത്ത സമയത്ത് അവർ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് അവിടുത്തെ ടെക്നീഷ്യൻസ് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണം, ഹോസ്പിറ്റലിൽ പോയി ഒരു ബോഡി ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പം അവൾ അവിടെ നിന്ന് ടാക്സിയൊക്കെ നോക്കി, ഒരു രക്ഷയില്ല. അങ്ങനെ പോലീസ് അവിടെ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ അവിടെ വന്നു. പോലീസ് ഡീറ്റെയിൽസ് എല്ലാം എഴുതി വാങ്ങി. പോലീസിൻ്റെ വഴിക്ക് പോയി. പോലീസ് പറഞ്ഞു ആ ഇടിച്ചിട്ട ആളുകളോട് തന്നെ അവളെ തിരിച്ച് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാൻ പറഞ്ഞു. പക്ഷേ അവിടെ കൂടി നിന്ന ഒരാളുടെ ബൈക്കിലാണ് പിന്നെ അവർ കൊണ്ടുപോകുന്നത്. വേറെ വണ്ടിയോ കാര്യങ്ങളോ ഒന്നും ആരും വിളിച്ചു കൊടുത്തതൊന്നുമില്ല. അങ്ങനെ പോലീസ് കണ്ടു നിൽക്കെ ആ കൂട്ടത്തിൽ നിന്ന ഒരാളുടെ തന്നെ ബൈക്കിൻ്റെ പിന്നിൽ അവൾ വീണ്ടും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. കൂടെ ഇടിച്ചിട്ട 2 പയ്യന്മാർ മറ്റൊരു ബൈക്കിലും ഇവരെ പിന്തുടർന്ന് പോകുന്നു. അങ്ങനെ പോകുന്ന വഴിയിൽ നമ്മൾ തന്നെ മറ്റൊരു സ്ഥലത്ത് പോയി ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു അപകടം ഉണ്ടായി, അതേ ആളുകൾ നമ്മുടെ കൂടെ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പേടി ഉണ്ടാവും നമുക്ക് ആലോചിച്ചാൽ മതിയില്ലേ. അങ്ങനെ അവൾ ഈ 2 പേരാണ് അവളുടെ കൂടെ തന്നെ. അങ്ങനെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തുന്നു. അവിടെ ഡോക്ടർ ഒന്ന് ടച്ച് ചെയ്യുക പോലും മര്യാദയ്ക്ക് ചെയ്യാണ്ട്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്ട് എന്താണ് പറ്റിയത് എന്നുള്ളതൊന്നും ചെയ്യാണ്ട് ജസ്റ്റ് ഒരു പെയിൻ കില്ലറും അതുപോലെ ഒരു ആൻറ്റി ഇൻഫ്ലമേഷൻ ഓയിൽമെൻറ്റ് എഴുതി കൊടുത്തു. ജസ്റ്റ് അവൾ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. ഇതോടായപ്പോൾ അവൾക്ക് ഇന്ത്യ എന്ന് പറഞ്ഞത് ഒരു പേടി സ്വപ്നം തന്നെ ആയി മാറി. ഒരു 3 to 4 days മാത്രമേ ഇന്ത്യയിൽ അവൾ നിന്നിട്ടുള്ളൂ. അതോടുകൂടി തന്നെ അവൾക്ക് ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ അവൾ ഉറക്കത്തിൽ പോലും പേടിക്കുന്നൊരവസ്ഥയിൽ അവൾ എത്തേണ്ടായത്. അങ്ങനെ ആ 3 days അവൾ ഇന്ത്യയിൽ നിന്നു. അത് കഴിഞ്ഞ് അവൾ തിരിച്ചു പോകുന്ന ഒരു അവസരം ഉണ്ടായി. അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് തിരിച്ചു പോയിട്ട് എത്തിയ സ്ഥലത്തു നിന്നുള്ള ഒരു വീഡിയോസും അല്ലെങ്കിൽ അവൾ പറയുന്ന ടോട്ടൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അങ്ങനെ എത്രത്തോളം എന്താ പറയുക ഒരു ലെവലിലോട്ട് മാറി, പേടിയും കാര്യങ്ങളെല്ലാം കൂടെ ആയിട്ട് മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും ആ പെൺകുട്ടി പോകുന്നു. അങ്ങനെ അവൾ തിരിച്ച് എയർപോർട്ടിലോട്ട് പോകുന്നത് ഒരു ബൈക്ക് ടാക്സി പോലത്തെ ഒരു ഇതിലാണ്. അപ്പോൾ അവൾ കരയായിരുന്നു വണ്ടിയിൽ ഇരുന്നിട്ട്. അപ്പോൾ ആ ബൈക്ക് ടാക്സിക്കാരൻ ചോദിച്ചു എന്തിനാണ് കരയുന്നത്. അപ്പോൾ അവൾ പറഞ്ഞു ഐ ഹേറ്റ് ഇന്ത്യ, എനിക്ക് ഇന്ത്യ ഇഷ്ടമല്ല, ഇത്രയും അനുഭവങ്ങൾ എനിക്കിവിടെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് അവൾ ആ ബൈക്ക് ടാക്സിക്കാരൻ്റെ പിന്നിലിരുന്ന് സംസാരിച്ചിട്ട് അവൾ എയർപോർട്ടിലോട്ട് പോകുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഐ ഹേറ്റ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പറയുന്നുണ്ട്. അവൻ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര ഇന്ത്യനെ വെറുക്കുന്നു എന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ കുറേ കാര്യങ്ങളൊക്കെ അതിൽ അവനോട് പറയുന്നു. അങ്ങനെ അവൾ ഇന്ത്യ വിട്ട് പോകുന്ന ഒരു കാര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാനിപ്പോൾ ഇത്ര നേരം എടുത്തത് എന്തിനു എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലോട്ടെ നമ്മളെ രാജ്യം കുതിക്കുകയാണ് എല്ലാ രീതിയിലും പറഞ്ഞതൊക്കെ വെറും കളവ് മാത്രമാണ്. ഈ സംഘികളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇറക്കുന്ന ഒരു വിദ്യ മാത്രമാണ്. ഇപ്പോൾ സംഘികൾ എൻ്റെ മേലോട്ട് ചാടി വീണ് ചോദിക്കും നമ്മൾ ലോക സമ്പദ് വ്യവസ്ഥയിൽ നമ്മൾ 4ാം സ്ഥാനത്തെത്തിയില്ലേ എന്നൊക്കെ ഭയങ്കര കാര്യങ്ങൾ ചോദിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രധാനമന്ത്രി മോദിജി 2014 ഭരിക്കുന്ന സമയത്ത് ഇന്ത്യ എന്ന് പറയുന്നത് 0-ൽ നിൽക്കുന്ന ഒരു കൺട്രി അല്ല. അതായത് 195 കൺട്രീസ് എടുത്തു, അതിൽ കൂടുതലുണ്ട്. ആ മൊത്തം സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യ 0 എന്നുള്ളൊരു സംഭവത്തിൽ നിന്നൊരു കൺട്രീനല്ല മോദിജി ബേസ് ഉണ്ടാക്കി 4ാം സ്ഥാനത്തോട്ട് എത്തിച്ചത്. 2014 സമയത്ത് ഇന്ത്യ വേൾഡിലെ സമ്പദ് വ്യവസ്ഥയിൽ ഓൾമോസ്റ്റ് 9th പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. 10 ചേഞ്ചായി 9th പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. അതായത് സ്വാതന്ത്ര്യം കിട്ടിയ 60 വർഷം കൊണ്ട് ഇന്ത്യനെ 0-ൽ നിന്നും ഈ അവസ്ഥയിലെത്തി. 2014 മോദിജി എത്തുമ്പോഴേക്കും ഇന്ത്യ 9ാം സ്ഥാനത്താണ്. അവിടെ നിന്നുള്ള ചേഞ്ചസ് ആണ് ഈ പറഞ്ഞ മോദിജി കൊണ്ടുവന്നു എന്ന് പറയുന്നത്. അത് ഗ്രാജുവൽ, അത് ആര് ഭരിച്ചാലും നമ്മളെ പടിപടിയായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്ന നമ്മുടെ ചേഞ്ചസ് ആയിരുന്നു. പക്ഷെ അതേ സമയത്ത് നമ്മുടെ പോട്ടിയുടെ കാര്യത്തിലും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മറ്റൊരു പോസ്റ്റ് ഇട്ട് 25 കോടി ആളുകളുടെ പട്ടിണി ഞാൻ മാറ്റി, 44 കോടിയോളം ആളുകളെ ഇന്ത്യയിലാണ് 25 കോടിയുടെ പട്ടിണി മാറ്റി എന്ന് പറയുന്നത്. ഇത് പണ്ടേയുള്ള കണക്കാണ്. ആ കണക്ക് ചുമ്മാ ഒരു PR വർക്കിൻ്റെ ഭാഗമായിട്ട് മോദിജി തട്ടിയിട്ടതാണ്. ഇതാണ് നമ്മുടെ പോവർട്ടി ലൈൻ. ഫസ്റ്റുള്ള എന്താ പറയുക സംസ്ഥാനങ്ങൾ നിങ്ങൾ നോക്ക്, താഴോട്ടുള്ള സംസ്ഥാനങ്ങൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും.
BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എത്ര, മറ്റ് പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എത്ര, ഇതിൻ്റെ പെർസെൻറ്റേജ്, ഇതിൻ്റെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയി നമ്മൾ പിന്നെ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒരു ഇതിനു വേണ്ടി കാണിച്ചാണ്. നമ്മുടെ സ്പെഷ്യലി സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഏറ്റവും ലെസ് പോവർട്ടി ഉള്ളത്. നിങ്ങൾ താഴോട്ട് നോക്കിയാൽ കണ്ട് മനസ്സിലാവും. അതിൽ കേരളം, അതുപോലെ തമിഴ്നാട്, ഗോവ ഉണ്ട്. ഗോവ പണ്ടേ അങ്ങനെയാണ്. ഗോവയുടെ പോവർട്ടി എപ്പോഴും കുറവാണ്, ചെറിയൊരു കേന്ദ്ര ഭരണ പ്രദേശമാണ്. അതിനുശേഷം എന്താ പറയുക, ആന്ധ്ര നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൻ്റെ മേലോട്ട് നമ്മൾ കൊട്ടിഘോഷിക്കുന്ന UP അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ BJP നേതാക്കൾ എന്നും UPനെ കണ്ടുപഠിക്കും എന്ന് പറയും. UPനെ കണ്ടുപഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ അവസ്ഥയത് നമ്മൾ ആ മേലെ പോയിരിക്കും, പട്ടിണിയും പരിവട്ടും പാവം കഷ്ടപ്പാടും. ഇപ്പോഴും നമ്മുടെ സംഖ്യകൾ എൻ്റെ മുമ്പിൽ വന്ന് പല വീഡിയോസും കാണിക്കുന്നു, എനിക്കറിയാം. പൊന്നു സംഖ്യകൾ നിങ്ങൾ മനസ്സിലാക്കാൻ, ഈ UPയിൽ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. ചെറിയൊരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കാക്കനാട് ഹൈബർ ടെക്നോ പാർക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ, അതല്ലെങ്കിൽ ബാംഗ്ലൂരെ പല IT പാർക്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഡൽഹി NCRൻ്റെ ജസ്റ്റ് ക്രോസ് ചെയ്ത് UP സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ DLF സിറ്റി ഉണ്ട്, DLF സൈബർ സിറ്റി ഉണ്ട്. കുറഞ്ഞ ഏരിയയിൽ കുറേ IT കമ്പനികളിലെ അവിടുത്തെ കുറച്ച് വീഡിയോസും അവിടുത്തെ കുറച്ച് ഷോട്ടുകളും കാര്യങ്ങളും എടുത്തിട്ടാണ് ഈ പാവപ്പെട്ട ഇന്ത്യയിലെ മൊത്തം സംഖ്യകളെ ഈ സർക്കാർ പറ്റിക്കുന്നത്. UP കണ്ടുപിടിക്കുന്നു. UP എന്ന് പറഞ്ഞാൽ 100 എണ്ണം എടുത്തു കഴിഞ്ഞാൽ UPയിലെ ഒന്നെടുത്തു കഴിഞ്ഞാൽ 99 സ്ഥലങ്ങളും പട്ടിണി പാവങ്ങളും പരിവട്ടം തന്നെയാണ് UPയിലുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ മാക്സിമം എല്ലാ രീതിയിലുള്ള ഫണ്ടും അങ്ങോട്ട് ഒഴുക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് കരകയറ്റാൻ, എന്നിട്ടും നടക്കുന്നില്ല. കാരണം അവിടുത്തെ ഭരണ സംവിധാനങ്ങൾ അങ്ങനെയെന്നുള്ളത് ഇനിയെങ്കിലും പഠിക്കൂ, അതിനെപ്പറ്റി കൂടുതൽ പഠിക്കൂ, അവിടെ പോയി കണ്ടുപഠിക്കൂ. അത് കണ്ടുപഠിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഇതാണ് ഇന്ത്യയുടെ അവസ്ഥ. ഈ സ്ത്രീ ആ സ്ഥലത്ത് പോയതിന് പകരം നമ്മുടെ കേരളത്തിലോട്ടോ കർണാടകയിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ തമിഴ്നാടും നമ്മുടെ ഈ ഏരിയയിൽ, ഇപ്പോൾ സ്പെഷ്യലി കേരളം നിങ്ങൾ എടുത്തു എന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു അനുഭവങ്ങളും അവർക്കുണ്ടാവില്ല. 100% നമുക്ക് പറയാം. നമ്മൾ ആ മേലെ കണ്ട ഒരു അനുഭവങ്ങളൊക്കെ അവരെത്താനുള്ള ചാൻസസ് 99.9% കുറവാണ്. പിന്നെ അതല്ലാത്ത ഒരു 0.1% എല്ലായിടത്തും അപകടങ്ങളുണ്ട്. അതവർക്ക് വരും നമുക്കറിയില്ല. പക്ഷേ ഈ കൊട്ടിഘോഷിക്കുന്ന സ്ഥലങ്ങളുടെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മളിതിനു മുമ്പ് പല ന്യൂസുകൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിരുന്നു. പല ടൂറിസ്റ്റുകളും ഇന്ത്യയിൽ വന്നിട്ട്, അതായത് സ്പെഷ്യലി നോർത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യയിൽ വന്നിട്ട് അവസാനം ഇന്ത്യനെ വെറുത്ത് പോകുന്നതും, അതേ സ്ഥാനത്ത് കേരളത്തിലോട്ട് വന്ന് കേരളത്തിനെ പ്രൈസ് ചെയ്ത് പറഞ്ഞ ഇനിയും കേരളത്തിലോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് പറയുന്നത് നമ്മൾ പല വീഡിയോസും കണ്ടിട്ടുണ്ട്. ഈ പറയാനുള്ള കാരണം, നമ്മളെ കേരളത്തിൽ ഇതുവരെ ചാണകം നമ്മൾ ചവിട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇനിയെങ്കിലും അതേ ചിന്തയിൽ തന്നെ മുന്നോട്ട് പോവുക. ചാണകം ചോട്ടാണ്ടിരിക്കുക. ചാണകം ചോട്ടിക്കഴിഞ്ഞാൽ ചാണകം നാറും, അത് ലോകം മൊത്തം നാറും, അതുറപ്പാണ്.